ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് കീഴാർകുത്ത്. മലയിഞ്ചി കീഴാർകുത്ത്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ ഷുക്കൂർ ചേട്ടൻ വിവരിക്കുന്നതായിരിക്കും. ചേട്ടൻ ഒന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പം ഞാൻ വന്നേക്കുന്നത് കാലടിയിൽ നിന്ന് മലയിഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം 65 കിലോമീറ്റർ ദൂരത്തേക്ക് ഞാൻ വന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ ചേട്ടനെ ഈ പരിസരത്തുള്ള ചേട്ടനെ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനായിട്ട്, ചേട്ടന് ഇതിനെപ്പറ്റി ഒന്ന്, ഈ നാടിനെ പറ്റി, ഈ പരിസരത്തെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഇവിടെ ഈ നാടിനെ പറ്റി വെച്ചാൽ ചീനിക്കുഴി എന്ന ബൗണ്ടറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ബൗണ്ടറിയുടെ താഴത്തുവശത്തേക്ക് വരുമ്പോഴാണ് ഈ ആൾക്കല്ല്, പറയാമല, മലയിഞ്ചി, ചാമക്കയം, പാട്ടക്കൽ, ചേലക്കാട്. ഇവിടെ നിന്ന് പോയാൽ കൊടിപ്പ്ളാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, പക്ഷേ അങ്ങോട്ട് റോഡ് സൗകര്യമായിട്ടില്ല. ഈ ടാറിങ്ങിൽ നിന്ന് തീരുന്ന കോൺക്രീറ്റ് തീർന്ന് വരുമ്പോഴേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ വെച്ചാൽ ഇവിടെ വരുന്ന വെച്ചാൽ നല്ല ഇവിടുത്തെ കാലാവസ്ഥ നല്ല സുഖമാണ്. പിന്നെ നല്ല സീനറികൾ, അതുപോലെ തന്നെ പുഴകൾ, പള്ളികൾ, അമ്പലം, അങ്ങനെ നല്ല ഒരു ഏരിയയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരാറുണ്ട്. പിന്നെ കുറച്ച് ഇവിടെ നിന്ന് അങ്ങ് പോയാൽ പാട്ടക്കൽ എന്ന് പറഞ്ഞ് ചെല്ലുമ്പം പുഴയ്ക്കരികിൽ ഒരു തോണി, അതായത് ഒരു പാലമുണ്ട്, ഇരുമ്പിൻ്റെ തോണിപ്പാലം. ആ പാലത്തിൻ്റെ അപ്പുറമായിട്ട് 2 ഊഞ്ഞാലെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ വന്ന ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുഴയിൽ പോയി ഇറങ്ങി കാലും കൈ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഊഞ്ഞാലൊക്കെ. ഈ നാട്ടിലെ കമ്പിപ്പാലം ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഇവിടെ. കമ്പിപ്പാലം എന്ന് പറഞ്ഞാൽ അതാണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ ഒരു സ്ഥലമാണ്. ഇപ്പൊ ഈ മലകളും വലിക്കുന്ന വെള്ളം, ഒരു അടിപൊളി അരുവി ഉണ്ടായിരുന്നു ഇപ്പൊ താഴെ ഒഴുകുന്നുണ്ട്. പാറയുടെ കുത്തി വലിക്കുന്ന വെള്ളം ഇതിലൂടെ താഴെക്കൂടെ ഒഴുകുന്ന ഒരു കമ്പിപ്പാലം കീഴാർകുത്തിന് പോകുന്നു. എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചി നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള സ്ഥലമുണ്ട്. റിസോർട്ടുകളൊക്കെ ഉണ്ടോ? റിസോർട്ട് ഇവിടെ ഉണ്ട്. കീഴാർകുത്തിന് പോകുന്ന വഴിക്ക് 2 ഉണ്ട്. അതായത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ കിലോമീറ്റർ ഇപ്പുറമായിട്ട്. അതായത് ഇവിടെ മാതാവ് ഇരിപ്പുണ്ട്. മാതാവ് ഇരിക്കണ അവിടെ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്ററാണ്. അവിടെ പോയാൽ 2 ചെറിയ റിസോർട്ടുകളുണ്ട്. ഫാമിലിയായിട്ടൊക്കെ ഒന്ന് താമസിക്കാം. ഒന്ന് താമസിക്കാം. വേനലൊക്കെയാണ് ഏറ്റവും സുഖം. വർഷത്തിൽ ചെറിയ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്. ഈ ചേലക്കാട് ഭാഗത്തിങ്ങനെ മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ? മൃഗങ്ങളുടെ ശല്യം വെച്ചാൽ ഉൾപ്രദേശങ്ങളിലേക്കുള്ളൂ. എന്നുള്ള കരടി അങ്ങനെയൊന്നുമില്ല. കുരങ്ങോ, മരപ്പെട്ടി, മലയെണ്ണ, ആനയുടെ ശല്യമൊക്കെ. ആനയുടെ നോക്കിയാൽ നമ്മുടെ മലയിഞ്ചിക്ക് അപ്പുറം പുലികാവ് എന്ന് പറഞ്ഞ ഏരിയയിലേക്കാണ്, തൊമ്മൻകുത്ത് ആ ഏരിയ കൂടെയൊക്കെയാണ് ആന വരുന്ന പറയുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പബ്ലിസിറ്റി ആൾക്കാർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ആക്ച്വലി ഇന്ന് അവധി കൊടുത്തിരിക്കുന്ന ദിവസമാണ്. മഴയുണ്ടാവും എന്നുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല വെയിലും നല്ല കാലാവസ്ഥയാണ്. ഇന്നലെ രാവിലെ മുതൽ വെളുക്കുന്ന ഒരു മഴയായിരുന്നു. ഇവിടെയല്ല ഈ മഴയുടെ ഇത് കൂടുതൽ നമ്മുടെ ഇടുക്കി, മൂന്നാർ, നെടുങ്കണ്ടം മേഖലകളിലാണ് ഇവിടെ കാലവർഷത്തിൻ്റെ ഒരു കൂടുതലുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ ഈ സീനറികളൊക്കെ എടുക്കാൻ നല്ല സുഖമുള്ള സ്ഥലങ്ങളാണ്.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാട്ടയ്ക്കൽ എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് ഈ പുഴയ്ക്ക് അക്കരെ 10-15 വീട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം 2-3 വീട്ടുകാരെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് അവർക്ക് പോകാനുള്ള ഒരു യാത്രാമാർഗമാണ് ഈ കമ്പിപ്പാലം എന്ന് പറഞ്ഞ സംഭവം. കമ്പിപ്പാലം എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇച്ചിരി നമ്മൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോയി അഡ്വഞ്ചറായിട്ട് നമ്മൾ കാശ് മുടക്കി ഒരു അഡ്വഞ്ചർ സെറ്റപ്പ് ചെയ്തില്ലേ എന്ന പോലെ ആണ് ഇത് അക്കരെ ഉള്ളൊരു ചേട്ടനാണ് ഇത് കമ്പിപ്പാലത്തേക്കൂടെ ഇങ്ങോട്ട് വരാൻ പോകുന്നത് കേട്ടോ. ആ ചേട്ടനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇതിന് നമുക്ക് ആൾക്കാർ എത്ര എണ്ണ കയറി പാമ്പുള്ളൂ എന്നൊക്കെ ഉണ്ടാവില്ലേ? ആ, എന്തായാലും ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത്തിരി റിസ്ക് ആണത്. ഇതിലേക്കൂടെ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് വലിയ പേടികളാതെ പോകാം. അല്ലാതെ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇച്ചിരി പേടിച്ച് തന്നെ വരേണ്ടി വരും. കാരണം നല്ല റിസ്ക്കാണ്. ഒരു ശുക്രേട്ടനാണ് അദ്ദേഹം മുന്നിൽ പോയത്. ശുക്രേട്ടൻ പറഞ്ഞ് ഒന്നും പേടിക്കണ്ടെങ്കിൽ ഒരു പോലെയാണ്. ഇതേ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ കുത്തി വലിക്കുക. ഒരു അഡ്വഞ്ചർ പാലം. ഇതിപ്പോ പഞ്ചായത്തൊക്കെ ചെയ്ത് കൊടുത്താണായിരിക്കില്ലേ? സവാരി ചെയ്തേക്കണമല്ലോ. പന്നി ഫാമുണ്ട്. ആ ഹാ ഹാ ആ ഇതിനെ പോയി അപ്പോഴും വലിയ പന്നി ഫാമുണ്ട്. ഈ പാലം ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. ഇത് എത്ര നാളായിട്ടാ ഇങ്ങനെ പാലം ഉണ്ടായിട്ട്? അല്ലേ, എന്തെങ്കിലും പൊട്ടി വീഴോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ അപ്പൊ അപ്പോൾ നമുക്കിപ്പോൾ ഈ മലയഞ്ചീനെ പറ്റി അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ശുക്കൂർ ചേട്ടന് എൻ്റെ വളരെ ഏറെ നന്ദി